നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. പ്രധാന വാർത്തകൾ. മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. യമുന തീരത്ത് അന്ത്യവിശ്രമം. പെരിയ ഇരട്ട കൊലപാതക കേസ് 14 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. CPIM കോൺഗ്രസ് കള്ളക്കളി. പെരിയ ഇരട്ട കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിച്ചില്ല. കെ സുരേന്ദ്രൻ. ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് നാളെ സമാപ്തിയാകും. വടക്കാഞ്ചേരിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം. യമുന തീരത്ത് അന്ത്യവിശ്രമം. മൻമോഹൻ സിംഗ് ഇനി ഓർമ്മ. സംസ്കാരം യമുന തീരത്തെ നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നിഗംബോധ് ഘട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലെത്തിച്ചത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിലാപയാത്രയെ അനുഗമിച്ചു. മൻമോഹൻ സിംഗ് അമർ രഹേ മുദ്രാവാക്യം മുഴക്കി വൻ ജനക്കൂട്ടം അന്ത്യയാത്രയിൽ പങ്കാളികളായി. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യം 7 ദിവസത്തെ ദുഃഖാചരണത്തിലാണ്. വെള്ളിയാഴ്ച രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അനുശോചന പ്രമേയം അംഗീകരിച്ചു. ജനുവരി 1 വരെ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. വിദേശത്തെ ഇന്ത്യൻ ദൗത്യ സംഘങ്ങളുടെ ആസ്ഥാനങ്ങളിലും ഹൈക്കമ്മീഷനുകളിലും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. പെരിയ ഇരട്ട കൊലപാതക കേസ് 14 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. പെരിയ ഇരട്ട കൊലപാതക കേസിൽ CPM മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കം 14 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. കൊച്ചി പ്രത്യേക CBI കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. 10 പ്രതികളെ കുറ്റവിമുക്തരാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കേസിൽ കുഞ്ഞിരാമൻ അടക്കം 24 പേർ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഏറ്റെടുത്ത പെരിയ ഇരട്ട കൊലപാതക കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. 270 സാക്ഷികളുണ്ടായിരുന്നു കേസിൽ. 2023 ഫെബ്രുവരി 2-നാണ് കൊച്ചി CBI കോടതിയിൽ വിചാരണ ആരംഭിച്ചത്. കേസിൽ 1-ാം പ്രതി പീതാംബരനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കൃത്യത്തിന് ഗൂഢാലോചന നടത്തിയത് കേന്ദ്രീകരിച്ചായിരുന്നു CBI അന്വേഷണം. തുടർന്ന് CPM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമൻ പ്രതിയായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, CPM നേതാക്കളായ രാഘവൻ വെളുത്തോളി, N ബാലകൃഷ്ണൻ, ഭാസ്കരൻ വെളുത്തോളി തുടങ്ങിയവർ പിന്നീട് പ്രതികളായി. CPIM കോൺഗ്രസ് കള്ളക്കളി. പെരിയ ഇരട്ട കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിച്ചില്ല. കെ സുരേന്ദ്രൻ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിക്കാതെ പോയത് CPIM കോൺഗ്രസ് കള്ളക്കളി മൂലമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. കോൺഗ്രസിന്റെ ഒരു വിഭാഗം പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നും K സുരേന്ദ്രൻ ആരോപിച്ചു. അതിനിടെ തൃശൂരിലെ കേക്ക് വിവാദത്തിലും K സുരേന്ദ്രൻ പ്രതികരിച്ചു. വെറും ഒരു മേയറെ മാത്രമല്ല കണ്ടത്, 10 ലക്ഷം കേക്കുകൾ നൽകിയിട്ടുണ്ട്. തൃശൂരിൽ വിജയിച്ചത് മേയറുടെ മാത്രം വോട്ട് കൊണ്ടല്ല, ജനപിന്തുണ കൊണ്ടാണെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഇടതുപക്ഷ നേതാവിൽ നിന്ന് ഇത്തരം പ്രതികരണം പ്രതീക്ഷിച്ചില്ല. സുനിൽകുമാർ ക്രിസ്മസ് ആശംസകൾ നേർന്നില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് നാളെ സമാപ്തിയാകും. നാളെ നടക്കുന്ന വിഷ്ണു സഹസ്രനാമ സമൂഹ യജ്ഞത്തോടെ പാർലിക്കാട് തച്ചനാട്ടുകാവു ദേവി സന്നിധിയിലെ സത്രവേദിയായ നൈമിഷാരണ്യത്തിൽ നടന്നുവരുന്ന ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് സമാപ്തിയാകും. രാവിലെ 8:30 മുതൽ യജ്ഞം ആരംഭിക്കും. സ്വാമി ഭൂമാനന്ദ തീർത്ഥ, സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ, സ്വാമിനി മാ ഗുരുപ്രിയ എന്നിവർ അർച്ചനയ്ക്ക് കാർമ്മികത്വം വഹിക്കും. ഉച്ചതിരിഞ്ഞ് 1 മണി വരെയാണ് സമൂഹ അർച്ചന നടക്കുക. തുടർന്ന് ഭക്തർക്ക് പ്രസാദം വിതരണം ചെയ്യും. ഉച്ചതിരിഞ്ഞ് 3-ന് സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ അധ്യക്ഷതയിൽ സമാപന അവലോകന യോഗം ചേരും. ഇന്ന് സത്രവേദിയിൽ K രാഹുൽ, റാണി ഹരിശങ്കർ, സ്വാമി ഭൂമാനന്ദ തീർത്ഥ, OS സതീഷ്, സ്വാമി സന്മയാനന്ദ എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തി.
പാറേമക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് ശിവകാശി ലോബി എന്ന ആരോപണവുമായി തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് ശിവകാശി ലോബി എന്ന ആരോപണവുമായി തിരുവമ്പാടി സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. തൃശൂർ പൂരത്തെ ഒതുക്കാനുള്ള ടെസ്റ്റ് ഡോസാണിതെന്നും പൂരം വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വേല വെടിക്കെട്ടും നടത്താറുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയാണ് വേല വെടിക്കെട്ടിന് തൃശൂർ ജില്ലാ കളക്ടർ അനുമതി നിഷേധിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ സ്ഫോടക വസ്തു നിയമപ്രകാരം വെടിക്കെട്ട് പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 200 മീറ്റർ അകലമാണ് വേണ്ടത്. എന്നാൽ വേല വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ഈ ദൂരം 78 മീറ്റർ മാത്രമാണ് ഉള്ളതെന്നാണ് അനുമതി നിഷേധിക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ കുറേയധികം നിബന്ധനകൾ പറഞ്ഞാണ് കളക്ടർ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതെന്ന് ഗിരീഷ് കുമാർ കുറ്റപ്പെടുത്തുന്നു. വെടിക്കെട്ട് നടക്കുന്നതിന് തൊട്ടടുത്ത് സ്കൂളും ആശുപത്രികളും കോളേജും പെട്രോൾ പമ്പും ഉണ്ടെന്നാണ് ഇതിലെ ഒരു കാരണം. എത്രയോ കാലങ്ങളായി ഇവയെല്ലാം സ്വരാജ് റൗണ്ടിൽ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം അവിടെ വെടിക്കെട്ട് നടന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വെടിക്കെട്ട് ഇല്ലാതാക്കാനാണ് ശ്രമം. തൃശൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത്. കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരുമുണ്ട്. ഇവർ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടണം. വെടിക്കെട്ട് മുടങ്ങുന്നത് ശിവകാശി ലോബിയാണ്. തൃശൂർ പൂരത്തെ ഒതുക്കാനുള്ള ടെസ്റ്റ് ഡോസാണിത്. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച കാര്യം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. വടക്കാഞ്ചേരിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ഹണി റോസ് ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിത്രപ്പള്ളി MLA, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് മല്ലയ്യ, മൈജി MD TV ഷാജി എന്നിവർ പങ്കെടുത്തു. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനോടൊപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസ്, സ്മോൾ അപ്ലയൻസ്, ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ലഭ്യമാക്കുന്ന വിശാലമായ ഷോറൂമാണ് വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ലിബർട്ടി മാളിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. 120-ലധികം ഷോറൂമുകൾ നിലവിൽ മൈജിക്കുണ്ട്. ശേഷമാണെന്ന് തോന്നുന്നു, അല്ല 2012 ശേഷമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒത്തിരി വർഷത്തെ ഒരു സ്നേഹബന്ധം മൈജി ഗ്രൂപ്പുമായിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു മൈജി ഫ്യൂച്ചറിൻ്റെ ഏത് ഷോറൂം ഇനാഗ്രേറ്റ് ചെയ്യാനും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഷോറൂം തന്നെയാണ്. പക്ഷെ ഞാൻ ചെയ്തത് ഏറ്റവും വലിയ ഇതാണെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. കാരണം എല്ലാവിധ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഓൺലൈനിൽ കാണാൻ പറ്റും 40%, 45%, 50% ഡിസ്കൗണ്ട് ആയിട്ടിരിക്കുന്നത് ഓരോ പ്രൊഡക്ട്സിനും. ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ പ്രമാണിച്ച് ഭീകര ഡിസ്കൗണ്ട്സിലാണ് കൊടുക്കുന്നത്. നല്ല ഓഫേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇനാഗ്രേഷനാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യുക. എന്തെങ്കിലും ഒത്തിരി കർപ്പൂരങ്ങൾ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും ആയിട്ടുള്ള താല്പര്യം ഡയറക്റ്റായിട്ട് കയറി വാങ്ങിച്ചോളാം. പിന്നെ മൈജി കെയർ എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെയുണ്ട്. നമ്മുടെ മൊബൈൽ ഫോൺ അതെന്തായാലും എന്ത് എക്യുപ്മെന്റ് ആയാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ബില്ലിങ്ങൊക്കെ റിപ്പയറോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് കൊടുക്കാം. ഒരു രീതിയിലും നമ്മുടെ ഡേറ്റാസ് ഒന്നും എവിടെയും പോയില്ല, നമുക്ക് കാണാൻ പറ്റും. അത്രയും സുതാര്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. പണ്ട് 2 മാറ്റല്ലേ? 2 ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ മുട്ട് ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും.
ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. SNDPയുമായി തനിക്ക് ഒരു കാലത്തും അസ്വാരസ്യമുണ്ടായിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല. SNDPയുമായി തനിക്ക് ഒരു കാലത്തും അസ്വാരസ്യമുണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. എല്ലാ സമുദായങ്ങളുമായും എല്ലാ കാലത്തും ബന്ധം തുടരേണ്ടത് പാർട്ടിക്കും മുന്നണിക്കും അനിവാര്യമാണ്. SNDPയുടെ ശിവഗിരി തീർത്ഥാടന യാത്ര ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉദ്ഘാടകൻ അസൗകര്യം പറഞ്ഞപ്പോഴാണ് തന്നെ ഉദ്ഘാടകനാക്കി മാറ്റിയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. SNDPയുമായി തനിക്ക് ഒരു കാലത്തും അസ്വാരസ്യമുണ്ടായിരുന്നില്ല. നല്ല ബന്ധമാണുള്ളത്. KPCC പ്രസിഡന്റായിരുന്ന കാലത്തും അതിനു മുമ്പും SNDP പ്രവർത്തകരുമായും നല്ല ബന്ധമാണുള്ളത്. അത് ഇനിയും തുടരും. ഗുരുദേവന്റെ അനുഗ്രഹത്തോടെ ആരംഭിച്ചതാണ് SNDP. അതിന്റെ മഹത്വം SNDPക്ക് എല്ലാ കാലവുമുണ്ട്. വെള്ളാപ്പള്ളി നടേശനുമായി അടുത്ത ബന്ധമാണുള്ളത്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ വിസ്മരിക്കാനാവില്ല, രമേശ് ചെന്നിത്തല പറഞ്ഞു. എല്ലാ സമുദായങ്ങളും കേരള രാഷ്ട്രീയത്തിലും സമൂഹത്തിലും സുപ്രധാന പങ്ക് വഹിക്കുന്നവരാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടതും അവരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കേണ്ടതും അനിവാര്യമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നേതാക്കൾക്കിടയിലെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കും. കോൺഗ്രസിൽ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കെ സുരേന്ദ്രൻ കേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ നടത്തിയ ആരോപണത്തിൽ മറുപടിയുമായി തൃശൂർ മേയർ MK വർഗീസ്. BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് CPI നേതാവ് VS സുനിൽകുമാർ നടത്തിയ ആരോപണത്തിൽ മറുപടിയുമായി തൃശൂർ മേയർ MK വർഗീസ്. കെ സുരേന്ദ്രൻ ആത്മാർത്ഥമായിട്ട് വന്നതെന്നാണ് തനിക്ക് ബോധ്യപ്പെട്ടതെന്നും സുനിൽകുമാർ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും മേയർ പറഞ്ഞു. നേരത്തെ സുനിൽകുമാർ സുരേന്ദ്രന്റെ വീട്ടിലും തിരിച്ചും സന്ദർശനം നടത്തിയെന്നും വർഗീസ് ആരോപിച്ചു. സുരേന്ദ്രന്റെ വീട്ടിൽ പോയി ചായ കുടിച്ചു വരാൻ സുനിൽകുമാറിനുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. 2 കാലിൽ മന്തുള്ള ആളാണ് ഈ വഴിക്ക് 1 കാലിൽ മന്തുള്ളവൻ പോകുന്നുവെന്ന് പറയുന്നത്. സുനിൽകുമാർ അങ്ങോട്ടും സുനിൽകുമാറിന്റെ വീട്ടിൽ സുരേന്ദ്രൻ വന്നിട്ടില്ലെന്ന് തെളിയിക്കട്ടെ. സുരേന്ദ്രന്റെ വീട്ടിൽ എന്തിനു പോയി എന്നും സുനിലിന്റെ വീട്ടിൽ സുരേന്ദ്രൻ എന്തിനു വന്നു എന്നും സുനിൽ ബോധ്യപ്പെടുത്തട്ടെ. സുഹൃത്തല്ലാതെ എന്റെ വീട്ടിലേക്ക് ഒരു കേക്കുമായി സുരേന്ദ്രൻ വന്നത് അത്ര വലിയ പ്രശ്നമാണോ? കേക്ക് വിഷയത്തിൽ എന്നോട് ആരും ഒരു വിശദീകരണവും ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് സുരേന്ദ്രനുമായി ബന്ധമില്ലെന്ന് എന്റെ കൂടെ നടക്കുന്നതുകൊണ്ട് CPI കൗൺസിലർ സതീഷ് കുമാറിനറിയാം. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന് എന്നെ പുറത്താക്കി BJPയിൽ എത്തിക്കാനുള്ള വാശിയാണോ സുനിൽകുമാറിന് എന്ന് എനിക്കറിയില്ല. തൃശ്ശൂരിലെ വികസനവും തൃശ്ശൂരിലേക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതും സുനിൽകുമാറിന് താല്പര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്നും ജയിച്ചുകൊണ്ടിരുന്ന ആൾ തോറ്റപ്പോൾ അത് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കേണ്ടേ എന്നും സുനിലിന് തോന്നിയിട്ടുണ്ടാകും. എന്നെ എത്രയും പെട്ടെന്ന് BJPയിൽ എത്തിക്കണമെന്ന് ഇവർ ശ്രമിക്കുന്നുണ്ട്. സുനിൽകുമാർ അങ്ങനെ വിചാരിച്ചതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ? ഇടതുപക്ഷം ഇനിയും അധികാരത്തിൽ വരണം എന്ന് താല്പര്യപ്പെടുന്ന ആളാണ് ഞാൻ. സുനിൽകുമാർ സുരേന്ദ്രന്റെ വീട്ടിൽ പോയത് എന്തെങ്കിലും ഉദ്ദേശം വെച്ചുകൊണ്ടായിരിക്കുമെന്നും MK വർഗീസ് പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം. സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യാത്രയയപ്പ് നൽകേണ്ടെന്ന് സർക്കാർ തീരുമാനം. സർക്കാരുമായുള്ള ഭിന്നത കണക്കിലെടുത്താണ് യാത്രയയപ്പ് വേണ്ടെന്ന് വെച്ചത്. മുൻ ഗവർണർ P സദാശിവത്തിന് സർക്കാർ ഊഷ്മളമായ യാത്രയയപ്പ് നൽകിയിരുന്നു. മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സദാശിവത്തിന് യാത്രയയപ്പ് നൽകിയത്. വിമാനത്താവളത്തിൽ സദാശിവത്തെ യാത്രയാക്കാനും മുഖ്യമന്ത്രി പോയിരുന്നു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ന് രാജ്ഭവൻ ജീവനക്കാർ നൽകാനിരുന്ന യാത്രയയപ്പ് റദ്ദാക്കി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണം കണക്കിലെടുത്താണ് യാത്രയയപ്പ് ചടങ്ങ് ഒഴിവാക്കിയത്. മറ്റന്നാൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത് കണക്കിലെടുത്താണ് നാളെ യാത്രയയപ്പ് ക്രമീകരിച്ചത്. ഇന്ന് വൈകിട്ട് 4:30 യാത്രയയപ്പ് നൽകാനായിരുന്നു തീരുമാനം. ഞായറാഴ്ച ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് മടങ്ങും. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് കൊച്ചി വഴിയാണ് മടക്കം. നിലവിലെ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് കേരള ഗവർണറായി ചുമതലയേൽക്കുക. വിശ്വനാഥ് ആർലേക്കർ ജനുവരി 1 കേരളത്തിലെത്തും. 2 ചുമതലയേൽക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ ജനുവരി 2 ബീഹാറിൽ ചുമതല ഏറ്റെടുക്കും. ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി 5 വർഷം കഴിഞ്ഞിരുന്നു. 2024 സെപ്റ്റംബർ 5 ആരിഫ് മുഹമ്മദ് ഖാൻ കേരള രാജ്ഭവനിൽ 5 കൊല്ലം പൂർത്തിയാക്കിയത്. സംഭവ ബഹുലമായ 5 വർഷത്തിനു ശേഷമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം വിടുന്നത്. ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ
നേരത്തെ ഹിമാചൽ പ്രദേശ് ഗവർണറായും ഗോവയിൽ വനം പരിസ്ഥിതി മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ 10-ാമത് നിറമാല മഹോത്സവം ഭക്തി സാന്ദ്രമായി. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ 10-ാമത് നിറമാല മഹോത്സവം ഭക്തി സാന്ദ്രമായി. വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി അനീഷ് കൈലാസം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാലത്ത് നടന്ന ശീവേലി എഴുന്നള്ളിപ്പിന് കലാമണ്ഡലം ശ്രീജിത്ത്, വെളപ്പായ നന്ദനൻ എന്നിവർ നേതൃത്വം നൽകി. ദേവസ്വം ശ്രീരാമൻ എന്ന കൊമ്പൻ ഭഗവതിയുടെ തിടമ്പേറ്റി. സന്ധ്യയ്ക്ക് മുണ്ടത്തിക്കോട് കണ്ണന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യം അക്ഷരാർത്ഥത്തിൽ ക്ഷേത്ര നടപ്പുര ഇളക്കിമറിച്ചു. തുടർന്ന് നടന്ന തിരുവാതിര കളികൾ കാണികൾക്ക് വിസ്മയ കാഴ്ചയായി. വൈകിട്ട് നടന്ന പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പിൽ തെക്കുമുറി വടക്കുമുറി ദേശക്കാർ താലപ്പൊലിയിൽ മത്സരിച്ചണിനിരന്നു. കോമരം മാരാത്ത് വാസുദേവന്റെ വെളിപാടോടെയാണ് സമാപിച്ചത്. ഉച്ചയ്ക്ക് ഉണ്ടായ അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേവസ്വം ഓഫീസർ എ സുരേഷ്, സമിതി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ വർഷം 61 ലക്ഷം നഷ്ടം, ഇക്കൊല്ലം അരക്കോടി ലാഭം. റെക്കോർഡ് ലാഭവുമായി കെഎസ്ആർടിസിക്ക് റെക്കോർഡ് ലാഭം. കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ സർവീസിനാണ് റെക്കോർഡ് ലാഭം ലഭിച്ചത്. അരക്കോടി ലാഭം നേടിയാണ് കെഎസ്ആർടിസി ചരിത്രം സൃഷ്ടിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച 10.12 കോടി രൂപ വരുമാനം നേടി. ലോൺ തിരിച്ചടവും മറ്റു ചിലവുകൾക്കും ശേഷം 54.12 ലക്ഷം ലാഭം നേടി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 61 ലക്ഷം നഷ്ടമായിരുന്നു. യാത്രക്കാരുടെ എണ്ണവും കൂടിയെന്നും കെഎസ്ആർടിസി അറിയിച്ചു. അതേസമയം തകരാറുകൾ പരിഹരിക്കാത്ത ബസ്സുകൾ നിരത്തുകളിൽ തുടർച്ചയായി അപകടമുണ്ടാക്കുന്ന പശ്ചാത്തലത്തിൽ വാഹന തകരാർ പരിഹാര രജിസ്റ്റർ കെഎസ്ആർടിസി നിർബന്ധമാക്കുന്നു. സാങ്കേതിക തകരാറുള്ള ബസ്സുകൾ അപകടങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് നടപടി. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്ത 100 കണക്കിന് കെഎസ്ആർടിസി ബസ്സുകളാണ് നിരത്തുകളിൽ ഓടുന്നത്. അന്തർ സംസ്ഥാന സർവീസുകൾക്ക് പോലും ഇത്തരം ബസ്സുകൾ നൽകാറുണ്ട്. ഇവ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. തകരാറിലായ ബസ്സുകൾ ഓടിക്കാൻ നിർബന്ധിക്കുന്നത് ജീവനക്കാരും യൂണിറ്റ് അധികൃതരും തമ്മിലുള്ള തർക്കങ്ങൾക്കും വഴിവെക്കുന്നു. തകരാറുകൾ എന്തെല്ലാമെന്ന് കൃത്യമായി വർക്ക്ഷോപ്പ് അധികൃതരെ ധരിപ്പിച്ചാലും അവ പരിഹരിക്കാറില്ലെന്നാണ് ഡ്രൈവർമാരുടെയും കണ്ടക്ടർമാരുടെയും പരാതി. ഇളകി വീഴുന്ന വാതിലുകളും തകരാറിലായ ബ്രേക്കും വൈപ്പറുമെല്ലാമായി ബസ് ഓടിക്കേണ്ടി വരുന്നതായി ഇവർ പറയുന്നു. ഇപിയുടെ ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്ന്. SP-യുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ ആത്മകഥ ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയെന്ന് കോട്ടയം SP-യുടെ അന്വേഷണ റിപ്പോർട്ട്. SP അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചു. ആത്മകഥ എങ്ങനെ DC-യിലെത്തി, എന്തിനു ചോർത്തി തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തതയില്ല. വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു EP-യുടെ ആത്മകഥയുടെ ഭാഗങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത്. ഇത് തന്റെ ആത്മകഥയല്ലെന്ന് EP പരസ്യമായ നിലപാടെടുത്തതോടെ വിവാദമായി. EP-യുടെ പരാതിയെ തുടർന്ന് കോട്ടയം SP നടത്തിയ അന്വേഷണത്തിലാണ് ആത്മകഥാ ഭാഗം ചോർന്നത് DC ബുക്സിൽ നിന്നാണെന്ന കണ്ടെത്തൽ. ആത്മകഥാഭാഗം ചോർന്നത് DC-യുടെ പബ്ലിക്കേഷൻ വിഭാഗം മേധാവി ശ്രീകുമാറിൽ നിന്നാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിവാദം കനക്കുന്നതിനിടെ ആത്മകഥയുടെ ആദ്യ ഭാഗം ഡിസംബറിൽ പ്രസിദ്ധീകരിക്കുമെന്ന് EP ജയരാജൻ അറിയിച്ചിരുന്നു. പാർട്ടിയുടെ അനുവാദം വാങ്ങിയതിനു ശേഷം പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്നും പുസ്തകത്തിന്റെ പ്രസാധകരെ തീരുമാനിച്ചിട്ടില്ലെന്നുമായിരുന്നു EP അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൻമോഹൻ സിംഗിന് വിട നൽകി രാജ്യം, യമുന തീരത്ത് അന്ത്യവിശ്രമം. പെരിയ ഇരട്ട കൊലപാതക കേസ് 14 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. CPIM കോൺഗ്രസ് കള്ളക്കളി, പെരിയ ഇരട്ട കൊലക്കേസിൽ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ലഭിച്ചില്ല. K സുരേന്ദ്രൻ. ഭാഗവത തത്വ സമീക്ഷാ സത്രത്തിന് നാളെ സമാപ്തിയാകും.
വടക്കാഞ്ചേരിയിൽ മൈജി ഫ്യൂച്ചർ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.